ദക്ഷിണ കൊറിയ എന്ന് കേൾക്കുമ്പോൾ അപരിചിതത്വം തോന്നുന്ന മുഖങ്ങളിൽ സാംസുങ്, ഹ്യൂണ്ടായി, LG, ഗന്നം സ്റ്റൈൽ, BTS തുടങ്ങിയ പേരുകൾ ഏറെ പരിചിതത്വം ഉണർത്തുന്നു. വലിപ്പത്തിൽ ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കർണാടകയുടെ വലിപ്പം മാത്രമേ ദക്ഷിണ കൊറിയ എന്ന രാജ്യത്തിന് വരുന്നുള്ളൂ. എന്നാൽ ലോകത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ശക്തിയായ ദക്ഷിണ കൊറിയ ആഗോള വിപണിയിലെ കിരീടം വയ്ക്കാത്ത രാജാവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അമ്പരചുംബിയായ ബുർജ് ഖലീഫ, മലേഷ്യയിലെ പെട്രോണസ് ഗോപുരം എന്നിവ രണ്ടും നിർമ്മിച്ചത് ദക്ഷിണ കൊറിയയിലെ സാംസുങ് കൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡിംഗ് കോർപ്പറേഷനാണ്. ഇന്ത്യയിലെ തന്നെ കാർ വിപണി അടക്കി വാഴുന്ന ഹ്യൂണ്ടായി കാറുകൾ, സാംസുങ് മൊബൈൽ, LG TV, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണർ തുടങ്ങി ലോകം മുഴുവൻ തരംഗമായ കൊറിയൻ പോപ്പ് ഗായകൻ സൈയുടെ ഗന്നം സ്റ്റൈൽ, കൊറിയൻ മ്യൂസിക് എന്നിങ്ങനെ സർവ്വ മേഖലകളിലും എതിരാളികളെ പിന്നിലാക്കി മുന്നേറുന്ന ദക്ഷിണ കൊറിയയുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഈ വീഡിയോ. ചക്രവാളങ്ങൾക്കപ്പുറത്തെ സൂര്യോദയം. ദശാബ്ദങ്ങൾക്ക് മുമ്പ് ദാരിദ്ര്യവും രാഷ്ട്രീയ അസ്ഥിരതയും വേട്ടയാടിയിരുന്ന ദക്ഷിണ കൊറിയ എക്കണോമിക് മിറാക്കിൾ എന്നറിയപ്പെടുന്ന അഭൂതപൂർവമായ വളർച്ച കൈവരിച്ചതിന് പിന്നിൽ ദക്ഷിണ കൊറിയൻ ഭരണകൂടത്തിന്റെ ദീർഘവീക്ഷണവും കഠിനാധ്വാനികളായ ജനതയുടെ അക്ഷീണ പ്രയത്നവും മാത്രം. 1945 രണ്ടാം ലോക മഹായുദ്ധാനന്തരം ജപ്പാന്റെ അധീനതയിലായിരുന്ന കൊറിയയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയുമായി വിഭജിക്കപ്പെട്ടു. അങ്ങനെ റിപ്പബ്ലിക് ഓഫ് കൊറിയ നിലവിൽ വന്നു. രണ്ടാം ലോക മഹായുദ്ധം കൊറിയയ്ക്ക് മേൽ ഏൽപ്പിച്ച പ്രഹരങ്ങൾക്കപ്പുറം 1950 മുതൽ 53 വരെ നീണ്ടുനിന്ന കൊറിയൻ യുദ്ധവും കൂടെ ദക്ഷിണ കൊറിയയെ പരവശരാക്കി. യുദ്ധക്കെടുതികളും സാമ്പത്തിക അസ്ഥിരതയും പട്ടിണിയും പകർച്ചവ്യാധികളും ദക്ഷിണ കൊറിയയെ വീണ്ടും തകർച്ചയിലേക്ക് നയിച്ചു. യാചകർക്കെന്ന പോലെ വികസിത രാജ്യങ്ങളായ അമേരിക്ക, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ നൽകിയ സാമ്പത്തിക സഹായം കൊണ്ടാണ് ദക്ഷിണ കൊറിയ മുന്നോട്ടുള്ള പ്രയാണം തുടർന്നത്. എന്നാൽ വിദേശ രാജ്യങ്ങൾ നൽകുന്ന സഹായം കൊണ്ട് മാത്രം ജീവിച്ചാൽ തങ്ങൾ എന്നും മുട്ടിലിഴയിൽ മാത്രമേ ഉണ്ടാകൂവെന്നും നട്ടെല്ലിൽ നിവർന്നു നിൽക്കണമെങ്കിൽ രാജ്യത്ത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായേ തീരുവെന്നും കൊറിയൻ ഭരണകൂടം മനസ്സിലാക്കി. രാജ്യത്ത് ധാരാളം ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ച ദക്ഷിണ കൊറിയ ഇതിനായുള്ള ശ്രമം ആരംഭിച്ചു. എന്നാൽ ദരിദ്രരായ ദക്ഷിണ കൊറിയയിൽ നിക്ഷേപം നടത്താൻ ലോകരാജ്യങ്ങളൊന്നും തന്നെ മുന്നോട്ട് വന്നില്ല. ദക്ഷിണ കൊറിയയ്ക്ക് അത് സാധിക്കൂല എന്ന വിശ്വാസം വികസിത രാജ്യങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞിരുന്നു. പരാധീനതകളിൽ നിന്നും കരകയറാൻ വിവിധ രാജ്യങ്ങൾക്ക് നേരെ ദക്ഷിണ കൊറിയ കരങ്ങൾ നീട്ടി. എന്നാൽ അമേരിക്കയുൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ നിക്ഷേപം നടത്താൻ വിമുഖത കാണിച്ചപ്പോൾ വെസ്റ്റ് ജർമ്മനിയുടെ സഹായം ദക്ഷിണ കൊറിയയ്ക്ക് പോരായ്മകളുടെ പടുകുഴിയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള പിടിവള്ളിയായി തീരുകയായിരുന്നു. തങ്ങളുടെ പൗരന്മാരെ വെസ്റ്റ് ജർമ്മനിയിലേക്ക് ജോലിക്ക് അയക്കുന്നതിലെ കരാറിന്മേലുള്ള വായ്പയാണ് ദക്ഷിണ കൊറിയയ്ക്ക് തുണയായത്. വായ്പ ഉപയോഗിച്ച് ദക്ഷിണ കൊറിയ രാജ്യത്ത് ധാരാളം തുണിമിൽ, വിഗ് വ്യവസായങ്ങൾ ആരംഭിച്ചു. ഇതിലൂടെ ധാരാളം പേർക്ക് തൊഴിൽ ലഭിച്ചു. ഇതോടെ തൊഴിലില്ലായ്മ കുറയുകയും ദക്ഷിണ കൊറിയയുടെ തുണിത്തരങ്ങൾക്ക് വിദേശ മാർക്കറ്റിൽ വൻ സ്വീകാര്യതയും ലഭിച്ചു തുടങ്ങി. വിഗ് തുണിത്തരങ്ങളുടെ നിർമ്മാണവും കാർഷിക മേഖലയുടെ വികാസവും ദക്ഷിണ കൊറിയയ്ക്ക് സാമ്പത്തിക വളർച്ചയുടെ സൂചകങ്ങളായി മാറി. തുണിത്തര, വിഗ് മുതലായവയുടെ കയറ്റുമതിയിൽ ദക്ഷിണ കൊറിയ ലോകത്ത് 1ാം സ്ഥാനത്തേക്ക് ഉയർന്നു. രാജ്യ പുരോഗതിക്ക് വിദ്യാഭ്യാസ ഉന്നമനം അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ ദക്ഷിണ കൊറിയൻ ഭരണകൂടം ധാരാളം സ്കൂളുകൾ ആരംഭിക്കുകയും സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിന് പിന്തുണ നൽകിയ ദക്ഷിണ കൊറിയൻ ജനത പുതിയ അധ്യായം തുടങ്ങുകയായിരുന്നു. ഇതിനോടൊപ്പം രാജ്യത്തെ യുവാക്കൾക്കായി ധാരാളം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഉപകരണ നിർമ്മാണ പ്രക്രിയയിൽ വിദഗ്ധരായ ജനതയെ വാർത്തെടുക്കാൻ കൊറിയൻ ഭരണകൂടത്തിന് കഴിഞ്ഞു. വിദ്യാഭ്യാസവും തൊഴിൽ നൈപുണ്യവും ശക്തമായ കെട്ടുറപ്പാണ് ദക്ഷിണ കൊറിയയ്ക്ക് സമ്മാനിച്ചത്. ചെറുകിട വ്യവസായങ്ങളിൽ നിന്നും വൻകിട വ്യവസായങ്ങളിലേക്കാണ് ദക്ഷിണ കൊറിയ പിന്നീട് ചുവടുവെച്ചത്. ഏറെ ദുഷ്കരവും സാങ്കേതിക തികവും ആവശ്യമുള്ള സ്റ്റീൽ വ്യവസായമായിരുന്നു കൊറിയയുടെ അടുത്ത ലക്ഷ്യം. എന്നാൽ സ്റ്റീൽ വ്യവസായത്തിന് വേണ്ട ഉയർന്ന മൂലധനം നൽകാൻ വേൾഡ് ബാങ്ക് തയ്യാറായില്ല. മറ്റ് ലോകരാജ്യങ്ങളും ദക്ഷിണ കൊറിയയുടെ ഈ ശ്രമത്തെ പാഴ്വേല എന്ന് വ്യാഖ്യാനിച്ചു. പക്ഷേ സ്റ്റീൽ വ്യവസായത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു ദക്ഷിണ കൊറിയ. 1970കളിൽ രാജ്യത്തുടനീളം ധാരാളം സ്റ്റീൽ ഫാക്ടറികൾ സ്ഥാപിച്ചു. സഹായ മനസ്ഥിതിയിൽ നിന്നും അമേരിക്കയും ലോക ബാങ്കും കൈയൊഴിഞ്ഞപ്പോഴും ലഭ്യമായ സാഹചര്യം ഉപയോഗിച്ച് സ്റ്റീൽ വ്യവസായം ആരംഭിച്ച ഭരണകൂടത്തെ ദക്ഷിണ കൊറിയൻ ജനത ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. കൂട്ടായ്മയുടെ പ്രയത്നം ഫലം കണ്ടു തുടങ്ങി. കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ തന്നെ സ്റ്റീൽ വ്യവസായത്തിൽ ലോകത്തിലെ 4ാമത്തെ ഉയർന്ന ഉൽപാദകരാകാൻ ദക്ഷിണ കൊറിയയ്ക്ക് സാധിച്ചു. സ്റ്റീൽ വ്യവസായത്തിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ച് ദക്ഷിണ കൊറിയ പിന്നീട് അനുബന്ധ വ്യവസായങ്ങളായ കപ്പൽ നിർമ്മാണം, ഓട്ടോമൊബൈൽ വ്യവസായം, ഇലക്ട്രോണിക്സ് മേഖല, പെട്രോകെമിക്കൽ, കൺസ്ട്രക്ഷൻ കമ്പനി, ഇൻഷുറൻസ് കമ്പനി തുടങ്ങിയ മേഖലകളിലേക്ക് നീങ്ങി.
ജപ്പാൻ, ഇംഗ്ലണ്ട്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളുടെ സാങ്കേതിക സഹായം ദക്ഷിണ കൊറിയയ്ക്ക് ആരംഭഘട്ടത്തിൽ ലഭിച്ചു. ലോകത്തിലെ തന്നെ വലിപ്പമേറിയ കപ്പലുകളാണ് ചരക്കു നീക്കത്തിനായി ദക്ഷിണ കൊറിയ നിർമ്മിച്ചത്. ദശലക്ഷക്കണക്കിന് ഇലക്ട്രോണിക് ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങളാണ് കപ്പൽ മാർഗം കയറ്റി അയക്കപ്പെട്ടത്. ദക്ഷിണ കൊറിയൻ നിർമ്മിത ഇലക്ട്രോണിക് കാർ തുടങ്ങിയവയ്ക്ക് ഇന്ത്യയടക്കമുള്ള വിപണിയിൽ വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഒരു കാലത്ത് തങ്ങളെ തള്ളിപ്പറഞ്ഞ അമേരിക്കൻ, യൂറോപ്യൻ വിപണികളിൽ ദക്ഷിണ കൊറിയൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ വിറ്റഴിയപ്പെട്ടു. വിലക്കുറവും ഗുണമേന്മയും സാങ്കേതിക തികവും നിലനിർത്തുന്നതോടൊപ്പം മാർക്കറ്റിംഗ് തന്ത്രങ്ങളും കൊറിയയുടെ അപരാജിത കുതിപ്പിന് ഊർജം നൽകി. ദക്ഷിണ കൊറിയ സാമ്പത്തിക പുരോഗതി കൈവരിക്കുമ്പോഴും ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിൽ വലിയ സാമ്പത്തിക അന്തരമുണ്ടായിക്കൊണ്ടിരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവായിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ ദക്ഷിണ കൊറിയൻ ഭരണകൂടം മുന്നിട്ടിറങ്ങി. ഇതിനായി 1970-ൽ സിമോൾ എന്നറിയപ്പെട്ട ന്യൂ കമ്മ്യൂണിറ്റി മൂവ്മെന്റിന് തുടക്കം കുറിച്ചു. ഈ പദ്ധതിക്ക് അമരക്കാരനായിരുന്നത് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റായിരുന്ന പാർക്ക് ചുങ്ഹി ആയിരുന്നു. 33,267ഓളം ഗ്രാമങ്ങൾക്ക് സിമന്റ്, ഇഷ്ടിക, കമ്പി തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ വീട് നിർമ്മാണത്തിനായി സൗജന്യമായി നൽകി. അങ്ങനെ നഗര ഗ്രാമ ഭേദമന്യേ ജീവിത നിലവാരം ഉയർന്നു. ബുർജ് ഖലീഫയോളം ആത്മവിശ്വാസം. സ്റ്റീൽ നിർമ്മാണത്തിൽ അതിവിദഗ്ധരായ തൊഴിലാളികളെ വാർത്തെടുത്ത ദക്ഷിണ കൊറിയ നിർമ്മാണ മേഖലയിൽ കമ്പനികൾ ആരംഭിച്ചു. രാജ്യത്തിന് പുറത്ത് വൻകിട നിർമ്മാണ കരാറുകൾ ഏറ്റെടുത്തു. ഉയർന്ന സാങ്കേതിക തികവോടെയുള്ള നിർമ്മാണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ കൊറിയയെ ഏറെ പ്രിയങ്കരമാക്കി. 1990കളിൽ കൊറിയൻ കൺസ്ട്രക്ഷൻ കമ്പനികൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ധാരാളം കെട്ടിടങ്ങൾ പടുത്തുയർത്തി. 829 മീറ്റർ ഉയരമുള്ള ബുർജ് ഖലീഫയും മലേഷ്യയിലെ പെട്രോണസ് ഇരട്ട ഗോപുരവും നിർമ്മിച്ചത് ദക്ഷിണ കൊറിയയിലെ സാംസങ് എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. 1997ലെ ഏഷ്യൻ സാമ്പത്തിക മാന്ദ്യം ദക്ഷിണ കൊറിയയുടെ വളർച്ചയെ സാരമായി ബാധിച്ചെങ്കിലും അതിനെ തരണം ചെയ്ത് വീണ്ടും വളർച്ചയുടെ പാതയിലേക്ക് തിരിച്ചെത്താൻ ദക്ഷിണ കൊറിയയ്ക്ക് സാധിച്ചു. വിവിധ മേഖലകളുടെ വികസനത്തിൽ നിതാന്ത ജാഗ്രത പുലർത്തിയ ദക്ഷിണ കൊറിയയുടെ അധ്വാന ഫലമായി മൂന്നാം ലോക രാഷ്ട്രമായിരുന്ന ദക്ഷിണ കൊറിയ വികസിത രാജ്യമായും അവിടെ നിന്നും എക്കണോമിക് സൂപ്പർ പവറിലേക്ക് കുതിക്കുന്ന കാഴ്ച സ്വപ്നം പോലെയാണ് മറ്റ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. ഉരുക്കിൽ തീർത്ത ഉൾക്കാഴ്ച. അപാരമായ സാങ്കേതിക മികവാണ് ദക്ഷിണ കൊറിയയുടെ പ്രത്യേകത. വ്യത്യസ്തങ്ങളായ ഇലക്ട്രോണിക് കാർ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുക, വിവിധ ഭൂഖണ്ഡങ്ങളിൽ താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രിയങ്കരമാക്കി തീർക്കുക. തികച്ചും അദ്ഭുതമാണ് ദക്ഷിണ കൊറിയ. ഓരോ വർഷം കൂടുന്തോറും പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തി തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ ആഗോള വിപണിയിലെ അജയ്യരാക്കി തീർക്കുന്ന മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, ടെക്നോളജി, അതിവേഗ ഇന്റർനെറ്റ്, IT മേഖല, ആഗോള ഗെയിമിംഗ് മേഖലയുടെ വമ്പന്മാർ, ഉൾക്കാഴ്ച, ക്രിയേറ്റിവിറ്റി എല്ലാം വ്യത്യസ്തമായ അനുഭൂതി തന്നെ. കൈസ്റ്റ് അഥവാ കൊറിയൻ അഡ്വാൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സഹായത്താൽ ഇലക്ട്രിക് വാഹനങ്ങൾ രാജ്യത്ത് നിരത്തിലിറങ്ങിക്കൊണ്ടിരിക്കുന്നു. മലിനീകരണം കുറയ്ക്കാൻ ഇത് വളരെ സഹായകരമാണ്. 1988ലെ സമ്മർ ഒളിമ്പിക്സ്, 2002ലെ ഫിഫ വേൾഡ് കപ്പ് എന്നിവയിൽ ആതിഥേയത്വം വഹിച്ച ദക്ഷിണ കൊറിയയിൽ വെച്ചാണ് 2010ലെ G20 ഉച്ചകോടി നടന്നത്.